ലൈറ്റ് അണയ്ക്കണ. പോലീസാ? അയ്യോ, പിന്നെ പോലീസാ? ഓടരുത്, ഒന്നും ചെയ്യില്ല. അവിടെ നിൽക്കാൻ. എന്നെ ഇവിടുത്തെ കളക്ടറായി നിയമിച്ചെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാനല്ലേ? ഒന്നും ചെയ്യൂലെന്ന് നമുക്കറിയാം. കൈ കിട്ടിയ നല്ല ബെസ്റ്റ് ഉണ്ണും. എന്താണ് പറഞ്ഞു? നല്ല ഉന്നം അല്ലേ? പ്ലീസ്. അങ്ങോട്ട് നീങ്ങിക്കിട. ഇനി നിങ്ങൾ വെക്കോളൂ. അയ്യോ, കസ്റ്റഡിയിൽ എടുത്തിട്ട് പിന്നെ എടുത്തില്ലെന്ന് വെച്ചോളൂ, പേടിക്കണ്ട. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങിയോ എന്റെ കാള്? വീണ്ടും ഭാഗരമേനോട് ഇന്ന് വരെ എതിർത്ത് വാക്ക് ഒരാളും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞു. അല്ല, നിങ്ങൾ ആരാന്ന വിചാരം? അല്ല, ആരാ? എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കാൻ. ഒരു മനുഷ്യനെ എഴുതിക്കോളൂ. മനുഷ്യൻ മനനം ചെയ്യാൻ കഴിവുള്ളവനാ മനുഷ്യൻ. അവന് മനസ്സുണ്ടാകും, മനസാക്ഷി ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ നിങ്ങളെങ്ങനെ മനുഷ്യനാകുന്നത്? താൻ ഒരുപാട് പഠിച്ചതാണല്ലേ? ഓർമ്മ വെച്ച കാലം മുതൽ പഠിക്കുക. ഇപ്പോഴും അതെ. എവിടെയാ എന്റെ വീട്? ഓഹോ, ഇനിയിപ്പൊ കുടുംബം പേരോടെ പിഴുത് നശിപ്പിക്കാനായിരിക്കും. എങ്കിലേ എനിക്ക് അങ്ങനെ ഒന്നില്ല. വീടും കുടുംബമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നീ ആരാ? നേരത്തെ ഇവിടെ വന്ന് വിളിച്ചു പറഞ്ഞതൊക്കെ നേരാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരുത്തൻ താങ്കളുടെ വിശ്വരൂപം കാണിച്ച് ഭയപ്പെടുത്തി മാപ്പ് പറയിക്കാനാണെങ്കിൽ മാപ്പ് എന്നൊരു വാക്ക് ഈ സച്ചിദാനന്ദന്റെ നിഘണ്ടുവിലില്ല. ശിക്ഷകൾ വല്ലതും ബാക്കിയുണ്ടെങ്കിലാവാം. രക്ഷിക്കാനല്ലോ, ശിക്ഷിക്കാനല്ലേ ഭൂഗോളം വിരൽത്തുമ്പിലിട്ട് കറക്കുന്ന തമ്പുരാക്കന്മാരൊക്കെ പഠിച്ചിട്ടുള്ളൂ. ഡു ദാറ്റ് മാൻ. ശിക്ഷ ഞാൻ ആ വാക്ക് പറഞ്ഞില്ല കുട്ടി. ഇല്ലേ? എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ. ഈ കാഴ്ച ബംഗ്ലാവിലെ കൗതുകങ്ങൾ കണ്ടു നിൽക്കാൻ എനിക്ക് നേരമില്ല. നിനക്ക് ഇനി എന്റെ അനുവാദം കൂടാതെ നീ ആ പടി കടക്കില്ല. നീ ഇന്ന് വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തത് എന്റെ ജീവനായി. ഇന്നെന്റെ ചിന്നുമോളുടെ ഞാൻ പറഞ്ഞതായി. ഈശ്വരൻ നിന്നെ അയച്ചില്ലായിരുന്നെങ്കിൽ ഈ വീടിന്റെ വിളക്കേ അണഞ്ഞു പോകുമായിരുന്നു. മാപ്പെന്നൊരു വാക്ക് എന്റെ നിഘണ്ടുവിലുണ്ട്. ആശുപത്രിയിൽ അപ്പോഴത്തെ ഒരു വികാരത്തിന് എനിക്ക് പറ്റിപ്പോയതൊക്കെ ഈശ്വരനോടല്ല, മനുഷ്യനോട് പറയാനുള്ള ഏറ്റവും അർത്ഥമുള്ളൊരു വാക്കാണ് മാപ്പ്. നിന്നോട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. ഈ അങ്കൾ ആരാന്നറിയോ നിനക്ക്? ആരാ? മോളുടെ ജീവൻ രക്ഷിച്ച അങ്കള. സമ്മാനായിട്ട് എന്താ വേണ്ട ചോദിക്കും. എന്ത് സമ്മാനം വേണ്ട? അത് ജന്മദിനാഘോഷത്തിൽ അങ്കിളല്ലേ മോൾക്ക് സമ്മാനം തരുന്നത്.
many happy returns of the day, my dear. താങ്ക് യു അങ്കിൾ. സച്ചി, നീ വല്ലതും കഴിച്ചോ? കുട്ടി, സച്ചിക്ക് ഭക്ഷണം വിളമ്പിക്കോളൂ. എനിക്കും. നോളെ സച്ചിൻ നോക്കാം. വാ. നോളെ ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. മേനോ സാറ്. അവൻ വന്നാ പിന്നെ ഈ പരിസരത്താരെ ഉറക്കില്ല. ഞാൻ വല്ലാതെ ഉറങ്ങിപ്പോയി. എന്തായിരുന്നു ഇന്നലെ പൊടി പൂരം? കുടിച്ച് ബോധം കെട്ട് കണ്ണിൽ കണ്ടവരൊക്കെ ബോധവൽക്കരിക്കാൻ കുറഞ്ഞതുള്ളി ജീവിതം പാഴാക്കുക അല്ലേ? ക്ഷമിക്കണം. അങ്ങനെ ഒരു വാക്ക് സത്യം നിഘണ്ടുവില്ല എന്ന് പറഞ്ഞു. ഇന്നലെ എഴുതി ചേർത്തു. നന്നായി. വലിയ വലിയ പെൺകുളിയെല്ലാം കഴിഞ്ഞിറങ്ങിയാൽ ഇവിടെയും കഴിയാം. പോമോളെ. എന്താ പുറപ്പെടുക? പോണം. അങ്കിള് പോവാണോ അപ്പൂപ്പ? പിന്നെ വരുന്നവരൊക്കെ നിന്നെയും താരാട്ടി ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചു. അത് ഞാൻ ഇത്രയും നേരത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ്. രാത്രി മുഴുവൻ അടിച്ച് പൂക്കുറ്റാകുന്ന എല്ലാവരുടെയും സ്ഥിതി അത് തന്നെയാണ്. ആർക്കും കൃത്യനിഷ്ഠ. മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ആരോഗ്യം തന്നെയാണ്. മുട്ടുകുത്തി പാറപ്പുറത്ത് വീണാൽ പാറ പൊട്ടിപ്പോകുന്ന പ്രായം ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഒരിക്കലേ വരും. വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനും തനിക്ക് താനാകാനും ഓരോരുത്തർക്കും ഈശ്വരൻ ഒരു അവസരം കൊടുക്കാറുണ്ട്. അങ്ങനെ വീണ് കിട്ടിയ ഒരു അവസരമാണ് എന്നെ ഈ കൊടൈക്കനാലിൽ എത്തിച്ചത്. ഓ ഐ സീ. ഞാൻ ഒരാളെ അന്വേഷിച്ച് വന്നതാണ്. ആരാത്? മിസ്റ്റർ ആൻഡ്രൂസ്, ഗ്രീൻഫീൽഡ് ബംഗ്ലാവിലെ. ആൻഡ്രൂ. ആൻഡ്രൂസിന്റെ പരിചയക്കാരന്? അതെ. എന്താ? ആ സമയത്ത് വഴിയിൽ കേടായി കിടന്ന ആൻഡ്രൂസിന്റെ കാറ് റിപ്പയർ ചെയ്ത് കൊടുത്ത് സഹായിച്ചു. പകരം ആൻഡ്രൂസ് തനിക്ക് ജോലി വാഗ്ദാനം ചെയ്തു. കൊടൈക്കനാലിൽ വരാൻ പറഞ്ഞു. അന്വേഷിച്ച് ചെന്നപ്പോ അയാളുടെ ബംഗ്ലാവ് ആളില്ലാതെ അടഞ്ഞു കിടന്നു. അത്രയോ. ഞാൻ കരുതി ആൻഡ്രൂസുമായിട്ട് വളരെ കാലത്തെ പരിചയമുണ്ടെന്ന്. എന്റെ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ട് രണ്ടാമത് കാണുമ്പോഴേക്കും ഒരമ്മ പെറ്റ സഹോദരങ്ങളെ പോലെയോ ജന്മം പങ്കിട്ട കൂട്ടുകാരെ പോലെയോ ഒരടുപ്പം അറിയാതെ വളർന്നിരിക്കും. ബന്ധങ്ങൾ കൊണ്ടും സഹായം കൊണ്ടും എണ്ണിത്തീർത്തതാ ഈ കഴിഞ്ഞ കാലം അത്രയും. ഈ രക്തബന്ധത്തെക്കാൾ മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് വളരുന്ന സ്നേഹബന്ധങ്ങൾക്ക് ആഴവും അർത്ഥവും കൂടും. ഞാനും അതറിഞ്ഞവനാ. അല്ല, സത്യത്തിൽ ആരായി ഈ ആൻഡ്രൂസ്? ചന്ദനക്കള്ളക്കടത്തും ആനവേട്ടയും കഞ്ചാവ് കൃഷിയും എന്നുവേണ്ട കാശുണ്ടാക്കാൻ കണ്ണിച്ചോരയില്ലാത്ത എന്തും ചെയ്യാൻ മുടക്കാത്ത ഒരു ക്രിമിനൽ. ആൻഡ്രൂസിനെ അന്വേഷിച്ചാണ് നീ വന്നതെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ കയ്യോടെ പിടിച്ച് പോലീസിൽ. അയ്യോ, അതെന്താ? അതോ ഒരാഴ്ച മുമ്പ് ആൻഡ്രൂസിനെ ആരോ കൊന്നു. പ്രതികളെ കുറിച്ച് ഒരു വിവരവും ഇല്ല. അയാളുടെ ബംഗ്ലാവ് ഇപ്പോൾ പോലീസ് ഒബ്സർവേഷനിലാണ്. അയ്യോ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ആവശ്യം ഒരു ജോലി? അതെ,
ഡ്രൈവിംഗ് അറിയോ എനിക്ക്? പിന്നെ ഞാൻ എന്റെ 17ാമത്തെ വയസ്സ് പോലെ ബൈക്ക്, ജീപ്പ്, കാറ്, ലോറി എല്ലാം ഓടിക്കും. പക്ഷെ ഒന്നിനും ലൈസൻസ് ഇല്ല, അതാണ്. അപ്പോ കേട്ടിടത്തോളം ജീവിക്കാനുള്ള ലൈസൻസ് താൻ സ്വയം എഴുതിയെടുത്തിട്ടുണ്ട്. ജീവിക്കണം, ജീവിതത്തിൽ ജയിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ കൂടെ വന്നോളൂ. അതെ. പിന്നെ ഒരു ജോലി മാത്രമാണ് എന്റെ ലക്ഷ്യമെങ്കിൽ നിനക്ക് അവിടെ നിൽക്കാം. മന്ത്ലി സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുവരാൻ പറ. നാളെ ഓഡിറ്റിങ്ങിന് കൊണ്ടുപോകേണ്ടത്. അത് മന്ത്ലി സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ആയിട്ടില്ല. ചീരമലയിലെ 3 എസ്റ്റേറ്റിലെ കണക്കുകളൊന്നും കിട്ടിയിട്ടില്ല. ഫോൺ ചെയ്താലും അന്വേഷിച്ച് ചെന്നാലും ശിവൻകുഞ്ഞിനെ എവിടെ കാണത്തില്ല. ഒന്നുകിൽ ബാംഗ്ലൂർ റേസിന് പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഊട്ടിയിൽ ട്രെയിനറെ അന്വേഷിച്ച് പോയിരിക്കുന്നു, അതല്ലെങ്കിൽ ഹൈദരാബാദ് റേസിന് പോയിരിക്കുന്നു, സെക്കന്ദരാബാദ് ട്രെയിനറെ അന്വേഷിച്ച് പോയിരിക്കുന്നു, ഔറംഗാബാദിലെ നിർത്തുന്ന വിവരം കിട്ടാനായി നിർത്തി. അവന്റെ ഒരു കുതിരക്കച്ചവടവും ട്രെയിനറും. ഹലോ, ശിവമുതലാളിയല്ലേ? കുതിരകളി കുറെ കൂടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വേണ്ട, താൻ ഈ ന്യായം പോകത്തിലൊന്നും വേണ്ട. ഈ യന്ത്ര സംവിധാനത്തിലുള്ള ബന്ധവും നിർത്തി നേരിട്ട് വീട്ടിലേക്കൊന്ന് എഴുന്നള്ളിയപ്പോൾ. ശരി. വെടികൊണ്ട പന്നി പിന്നെ അടികൊള്ളം നിന്നവരോടോ ഇല്ല. അപ്പൊ പിന്നെ അതിവേഗത്തിലൂടി അരമുഴം നീട്ടി എറിഞ്ഞ് പിടിക്കണം. മനസ്സിലാകുന്നുണ്ടോ? പോവാ. എന്ത് മനസ്സിലായി? ആദ്യം വെടി വെക്കണം, പിന്നെ അടിക്കണം. അടിക്കാൻ പന്നി നിന്ന് തരില്ല. അപ്പൊ ഞാൻ പന്നിയേക്കാൾ വേഗത്തിൽ ഓടണം, എന്നിട്ട് എറിഞ്ഞെങ്കിലും പിടിക്കണം. ഓ, എന്തൊരു ബുദ്ധിമയോ. അങ്ങനെ പന്നിയെ പിടിക്കാൻ പഠിച്ചു. എന്തിനാണോ? അതെന്തിനാണെന്ന് പറഞ്ഞില്ല. എനിക്ക് ഓണത്തിൽ തൂങ്ങിത്തരാൻ ഞാൻ എന്ത് വേണം? എന്റെ ഈശ്വര, ഇതെന്തൊരു പരീക്ഷണമായത്. ഇവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അവനെ ഒന്ന് നിയന്ത്രിച്ച് പിടിച്ചില്ലെങ്കിൽ പെര പൊളിച്ച് പന്തലിടുന്ന പോക്കാണ്. ഓ, വന്നല്ലോ, സന്തോഷം. കണ്ടവരിലൊന്നൊരു പരസ്യം കൊടുക്കുമെന്ന് വിചാരിക്കായിരുന്നു. ആ ചെലവ് കുറഞ്ഞു കിട്ടും. ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു നിന്നെ തിരക്കാൽ കാണില്ല. അതെ, കുതിരയെ പരിശീലിപ്പിക്കാൻ ആളെ കിട്ടി. അതിനാണുള്ളത് ആരോടായാലും മുഖത്ത് നോക്കി പറയുന്നു. അതാണിപ്പം. നിന്നെ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞ ഒരാളെ തിരയേണ്ടി വരുമോ? ഞാൻ ഒടുക്കത്തിൽ കുതിരക്കച്ചവടം കൊണ്ട് ഏതായാലും നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കാപ്പിയും റബ്ബറും ഏതൊക്കെ ആയിരിക്കും നഷ്ടം ഉണ്ടാക്കുന്നത്? ഇതാ, ഇവന്റെ ചുമതലയുള്ള എല്ലാ എസ്റ്റേറ്റുകളുടെയും കുതിരക്കച്ചവടത്തിന്റെയും കണക്കുകൾ നാളെ കൃത്യമായി എന്നെ ഏൽപ്പിച്ചിരിക്കണം. കൂടുതൽ വിളയാടോ നിലത്ത് മുട്ടും. അവനവന്റെ തൊഴിൽ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ വർത്തമാനത്തിൽ അല്പം ബഹുമാനം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ശിവൻ വിട്ടുപോയാ മതി. അങ്ങോട്ട് പോവാം. നമ്മളാരാണാവോ പുതിയൊരങ്കിൾ? ഞാനിവിടെ പുതുതായിട്ട് ജോലിക്ക് ഡ്രിൽ മാഷ?
അല്ല ഡ്രൈവറാ. എങ്കിലേ ഏൽപ്പിക്കുന്ന ജോലി മാത്രം ചെയ്താൽ മതി. ഷൈൻ ചെയ്യാനും റൊമാൻറ്റിക് ആവാനും ഒന്നും നിൽക്കല്ലേ. ഊണ് കഴിക്കുന്നില്ലെന്ന് ചോദിക്കാൻ പറഞ്ഞു. അല്ലാതെ നമ്മളായിട്ട് ചോദിക്കുന്നതല്ല അല്ലേ? ഈ മഞ്ഞ നിറം നിന്നെ പിന്നെയും സുന്ദരിയാക്കുന്നു. ഐ ലൈക്ക്, ഐ ലവ് യു.